കർത്താവേ സഹായിക്കണമേ. ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു. മനുഷ്യമക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി. ഓരോരുത്തനും അയൽക്കാരനോട് അസത്യം പറയുന്നു. അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ്. മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയട്ടെ. നാവുകൊണ്ടു ഞങ്ങൾ ജയിക്കും, അധരങ്ങൾ ഞങ്ങൾക്കു തുണയുണ്ട്. ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്നവർ പറയുന്നു. എന്നാൽ കർത്താവ് അരുളിച്ചെയ്യുന്നു, ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു, പാവപ്പെട്ടവർ നെടുവീർപ്പിടുന്നു. അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്കു നൽകും. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്. ഉലയിൽ ഏഴാവൃത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ്. കർത്താവേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ തലമുറയിൽ നിന്നു ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ തലമുറയിൽ നിന്നു ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പുതിയ സ്നേഹവും പുത്തൻ അഭിഷേകവും പുതിയ ചൈതന്യവും നമ്മളിലേക്ക് നിറച്ച് സ്നേഹപിതാവായ ദൈവം ഒരു പുതിയ പുലരി നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ഉണരൂ പ്രഭാതമേ, ഈ പ്രഭാതത്തോടൊപ്പം എൻ്റെ ഹൃദയമേ ഉണരുക. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. ഇന്ന് നമ്മൾ 12-ാം സങ്കീർത്തനത്തിലൂടെ കടന്നു പോവുകയാണ്. 12-ാം സങ്കീർത്തനത്തിൽ കാപട്യം നിറഞ്ഞ ലോകത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ പറയുന്നത്. കർത്താവേ സഹായിക്കണമേ, ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് ദൈവഭക്തി. ഹൃദയത്തിൽ ആഴമായ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുളവാകുന്ന ഭക്തി. അത് ഉപരിപ്ലവമല്ല, മറിച്ച് ഹൃദയ അന്തർഭാഗത്തു നിന്നും ഉണരേണ്ട ദൈവസ്നേഹത്തിൻ്റെ ബഹുസ്ഫുരണമാകണം ദൈവഭക്തി. ദൈവഭക്തി ഹൃദയത്തിലുണ്ടെങ്കിൽ എന്താണ് വചനം പറയുന്നത്? കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. കർത്താവിനോടുള്ള ഭക്തി മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ്. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ദൈവഭക്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സന്തോഷം, ആനന്ദം, സമാധാനം, ദീർഘായുസ്, സമൃദ്ധി ഇതെല്ലാം ലഭ്യമാവുകയാണ്. അങ്ങനെ ഇരിക്കെ
സങ്കീർത്തകൻ പറയുന്നത് ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു, ലോകത്ത് കപടത പെരുകുന്നു. വീണ്ടും പറയുകയാണ് സങ്കീർത്തകൻ, മനുഷ്യ മക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി. മനുഷ്യ മക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി. ദൈവത്തോടുള്ള വിശ്വസ്തത, സഹോദരനുള്ള വിശ്വസ്തത നഷ്ടമാവുകയാണ്. ഭക്തി നഷ്ടമാകുന്നു, വിശ്വസ്തത നഷ്ടമാകുന്നു. ഇനി വീണ്ടും എന്തു കാണുന്നു? ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ കപട മനോഭാവം, കപടത നിറഞ്ഞ അനുഭവം ഓരോ ഹൃദയങ്ങൾക്കും. അവിടെ ചുറ്റിക്കെട്ടപ്പെട്ട അവസ്ഥയിൽ അസത്യം പറയുന്നവര്, വിശ്വസ്തതയില്ലാത്തവര് പെരുകുകയാണ് എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഇത്തരുണത്തില് നമ്മുടെ ഹൃദയത്തിലും ദൈവത്തോട് പ്രാർത്ഥന ഉണരണം. ഈ പ്രഭാതത്തിൽ കർത്താവേ, പുതിയ ദിവസത്തിന്റെ പാതകളിൽ ഞാൻ ചുവടുകൾ വയ്ക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അങ്ങയോടുള്ള ദൈവഭക്തിയും ദൈവഭയവും, അങ്ങയോടുള്ള ഭക്തിയും ഭയവും നിറയ്ക്കണമേ തമ്പുരാനെ എന്നുള്ള ഹൃദയ അർത്ഥന ഉയരണം. ഒപ്പം വിശ്വസ്തത, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ജീവിതമായി മാറുവാൻ, ഏത് പ്രതികൂലതയിലും ഏത് പ്രലോഭനങ്ങളിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു ഹൃദയം ഒരുക്കുവാൻ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. കർത്താവേ സഹായിക്കണമേ, ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു. മനുഷ്യമക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി. ഓരോരുത്തനും അയൽക്കാരനോട് അസത്യം പറയുന്നു. വീണ്ടും നമ്മൾ കാണുന്നു, ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നു. ദൈവത്തോട് മാത്രമല്ല, സഹോദരങ്ങളോടും അവിശ്വസ്തതയും അസത്യവും വച്ചു പുലർത്തുന്ന മനോഭാവം. അതുകൊണ്ട് പ്രിയരെ, ഈ കാലഘട്ടം വളരെ ഭയാനകമായി മാറുന്നില്ല എന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. എവിടെയും അശാന്തി, എവിടെയും അസമാധാനം, അസത്യം, അവിശ്വസ്തത. ഇവിടെ ഈ ലോകത്ത് സത്യത്തോടും നീതിയോടും വിശ്വസ്തതയോടും ദൈവത്തോട് ഭക്തിയിലും ജ്ഞാനത്തിലും ചേർന്ന് നിൽക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഈ പുതിയ പ്രഭാതം പ്രാർത്ഥനയിൽ ഉണരണം. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാലും ദാനങ്ങളാലും വരങ്ങളാലും നിറയ്ക്കണമേ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ നിറഞ്ഞ് ജ്ഞാനവും ബുദ്ധിയും ആലോചനയും ആത്മശക്തിയും അറിവും ഭക്തിയും ദൈവഭയവും നിറഞ്ഞ് ഈ അവിശ്വസ്തത നിറഞ്ഞ, അന്ധകാരം നിറഞ്ഞ, അസത്യം നിറഞ്ഞ, കപടം നിറഞ്ഞ ലോകത്ത് തികച്ചും വ്യത്യസ്തമായ ദൈവത്തിൻ്റെ പ്രകാശം ഹൃദയത്തിൽ നിറയ്ക്കുന്ന, ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതമായി മാറുവാൻ നമ്മെ കർത്താവ് വിളിക്കുകയാണ്. കർത്താവിൻ്റെ സഹായം തേടാം. കർത്താവെ സഹായിക്കണമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങേക്ക് ഹിതകരമായ ജീവിതത്തിൽ മുന്നേറുന്നത്, അങ്ങേക്ക് ഇഷ്ടമുള്ള ഓരോ പാതയിലും മുന്നോട്ട് ചരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈ പ്രഭാതം നമുക്ക് പ്രയാണം ചെയ്യാം, കർത്താവിൻ്റെ കരം പിടിച്ച്. ഓരോരുത്തനും അയൽക്കാരനോട് അസത്യം പറയുന്നു. അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ്. സങ്കീർത്തകൻ വീണ്ടും പറയുന്നു, മനുഷ്യരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ്. പ്രിയരെ, മുഖസ്തുതി പറയുന്ന അധരങ്ങൾ, ഹൃദയത്തിലൊന്നും പുറമേ മറ്റൊന്നും ചിന്തിക്കുന്ന
കപടത. ഇതാണ് സങ്കീർത്തകൻ ദൈവത്തോട് പറയും, ദൈവമേ, ലോകത്ത് ഇത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിൽ ഉൾപ്പെടാതെ, എൻ്റെ ഹൃദയത്തിൽ കപടതയുണ്ടാകാതെ അങ്ങ് എന്നെ സഹായിക്കണമേ എന്ന് സങ്കീർത്തകൻ പറയുന്നു. വീണ്ടും പറയുന്നു, മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയും. മുഖസ്തുതി പറയുന്ന അധരങ്ങളെ, വീമ്പിളക്കുന്ന നാവിനെ, പൊങ്ങച്ചം പറയുന്ന മനോഭാവമുണ്ടല്ലോ, എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, എനിക്കെന്ത് ഭയപ്പെടാനാ, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് വലിയ നേട്ടമുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ഇങ്ങനെ വീമ്പിളക്കുന്ന നാവ് അത് കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, എളിമയോടെ നമ്മൾ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പോൾ താഴ്മയിലേക്കാണ് ദൈവം എപ്പോഴും നമ്മളെ വിളിക്കുന്നത്. എളിമയുള്ളവരായിരിക്കുക, ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കരുത്. എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു എന്ന് വചനം നമ്മോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം? താഴാഴ്മയോടെ. ദൈവമേ, എൻ്റെ കഴിവുകൾ അവിടുത്തെ ദാനമാണ്, എൻ്റെ സമ്പത്ത് അവിടുത്തെ ദാനമാണ്, എൻ്റെ വിദ്യാഭ്യാസം അവിടുത്തെ ദാനമാണ്, എൻ്റെ മക്കൾ അവിടുത്തെ ദാനമാണ്, എൻ്റെ ഭവനം അവിടുത്തെ ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക എന്നുള്ള ആ ഹൃദയ മനോഭാവം നമ്മളിലുണ്ടോ? അവിടേക്ക് ദൈവകൃപ ഒഴുകുമെന്നാണ് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത്. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുവാന്, എളിമയിൽ ചരിക്കുവാന്, വീമ്പിളക്കാതെ അഹങ്കരിക്കാതെ, കർത്താവേ, എല്ലാം അവിടുത്തെ ദാനമാണ്, എൻ്റെ ജീവനും എൻ്റെ സർവസ്വവും ഈ പുതിയ പ്രഭാതം പോലും അവിടുന്നാണ് എന്നെ ഉണർത്തുന്നത് എന്നുള്ള മനോഭാവം, എപ്പോഴും ആ താഴാഴ്മയുടെ ഹൃദയം ഒരുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തകൻ എന്താ പറയുന്നത്? ഇതാ പറയുന്നു, മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയും. കാരണം കർത്താവിന് ഇഷ്ടമല്ല അഹങ്കാരം. അഹങ്കരിക്കുന്ന ഹൃദയത്തെ കർത്താവിന് വെറുപ്പോടുകൂടി കർത്താവ് കാണുകയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്, നല്ല വാക്ക് വിലയുറ്റ സമ്മാനത്തെ അതിശയിക്കുകയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. അതുകൊണ്ട് വീമ്പിളക്കരുത്, അഹങ്കാരത്തിൻ്റെ വാക്ക് പറയരുത്. ഹൃദ്യമായ വാക്കുകൾ അത് തേനറ പോലെയാണെന്നാണ് പറയുന്നത്. തേനറ പോലെ മാധുര്യം നിറഞ്ഞതാണ്, അത് ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യും. അതുകൊണ്ട് പ്രിയരെ, പുതിയ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കണം, ദൈവമേ, അരുതായിക പറയാതെ, ആരെയും വിധിക്കാതെ, ആരെയും പഴിക്കാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ആരോടും കയർത്ത് സംസാരിക്കാതെ, ഒന്നിനെക്കുറിച്ചും ഓർത്ത് പിറുപിറുക്കാതെ, ദൈവസ്തുതികളാൽ ഹൃദയം നിറയ്ക്കുവാനും അതരത്താൽ അത് ഏറ്റുപറയുവാനും, എപ്പോഴും ഹൃദ്യമായ വാക്ക് ഉച്ചരിക്കുവാനും, നന്മയുടെ സാക്ഷ്യം നൽകുവാനും കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. പുതിയ പ്രഭാതത്തിൽ കർത്താവെ, അവിടുത്തെ സ്നേഹവാത്സല്യവും അവിടുത്തെ കൃപയും അവിടുത്തെ അനുഗ്രഹവും അവിടുത്തെ സ്വർഗീയ ജ്ഞാനവും എന്നിൽ നിറച്ച് ഈ പുതിയ ദിവസത്തിൽ ചുവടുകൾ വയ്ക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് കർത്താവിൽ നമുക്ക് അഭയം തേടാം. മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയട്ടെ. നാവുകൊണ്ടു ഞങ്ങൾ ജയിക്കും, അധരങ്ങൾ ഞങ്ങൾക്കു തുണയുണ്ട്. ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്നവർ പറയുന്നു. മനുഷ്യൻ്റെ ഭാവം, അവൻ്റെ നാവിൻ്റെ ഉപയോഗം, അതിനെക്കുറിച്ച് സങ്കീർത്തകൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും, അധരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട്, ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് അവർ പറയുന്നു. മനുഷ്യൻ്റെ അഹമെന്ന ആ അവസ്ഥയിൽ നിന്നും അവൻ പറയുന്നതാണ്, ആരുണ്ട് ഞങ്ങളെ ജയിക്കാൻ, ആരുണ്ട് ഞങ്ങൾക്കെതിരെ നിൽക്കുവാൻ എന്നുള്ള ആ മനോഭാവം. എന്നാൽ ഇവിടെ കർത്താവ് എന്താ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു,
മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ വ്യർത്ഥവാക്കുകൾ, ഞാൻ ഭാവത്തിൻ്റെ വാക്കുകൾ, താൻ പോരിമയുടെ വാക്കുകൾ ഒരിക്കലും സംസാരിക്കരുത് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ ഉണരണമെന്ന് ഇതാ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുകയാണ്. അധരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട്, നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും, ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ. ഈ മനോഭാവം അപകടകരമാണ്. പ്രിയരെ, എപ്പോഴും ഹൃദയ എളിമയുടെ ആഴങ്ങൾ തേടുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഇവിടെ നമ്മൾ പറയുന്നില്ലേ, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അതെ, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. പ്രിയരെ, നമ്മുടെ സംസാരത്തെക്കുറിച്ചാണ്. നല്ല മനുഷ്യൻ എപ്പോഴും നന്മ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ തിന്മ ഹൃദയത്തുള്ള വ്യക്തികൾ എപ്പോഴും തിന്മയുടെ വാക്കുകൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കും. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസാരം എങ്ങനെയാണോ അതിൻ്റെ ഉള്ളറയിലേക്ക് നീങ്ങുമ്പോൾ ഹൃദയം അതിൻ്റെ ബഹുസ്ഫുരണമായി നിൽക്കും. നന്മയാണ് സംസാരിക്കുന്നതെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ദൈവം കുടികൊള്ളുന്നു. തിന്മയാണ് സംസാരിക്കുന്നതെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ദുഷ്ടൻ വസിക്കുന്നു. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും ദുഷ്ടൻ വരുന്നു. ഇവിടെയാണ് കർത്താവ് നമ്മോട് പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഈ പ്രഭാതത്തിൽ പുത്തൻ അഭിഷേകം നിറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പുതുജീവൻ ഹൃദയത്തിൽ സംശീകരിക്കുവാൻ, ആ പുത്തൻ അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ, അങ്ങനെ ഈ കപടത നിറഞ്ഞ ലോകത്ത് നന്മയുടെ സാക്ഷ്യം നൽകുവാൻ, ഹൃദ്യമായി സംസാരിക്കുവാൻ, ശാന്തതയുടെ വാക്കുകൾ എപ്പോഴും അധരത്തിൽ നിറവേറ്റുവാൻ ഒക്കെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്നവർ പറയുന്നു. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു, പാവപ്പെട്ടവർ നെടുവീർപ്പെടുന്നു. അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്, ഉലയിൽ 7 ആവർത്തി ശുദ്ധി ചെയ്ത വെള്ളിയാണ്. കർത്താവെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അപ്പോൾ ഈ തലമുറ, സങ്കീർത്തകൻ പറയുന്നു തലമുറയെക്കുറിച്ച്, പഴയ തലമുറ പോലെയല്ല, എവിടെയും കപടത നിറഞ്ഞ, അസത്യം നിറഞ്ഞ, അശാന്തി നിറഞ്ഞ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന തലമുറ. ഇവിടെ ആ പഴമയുടെ പ്രാർത്ഥനാ ചൈതന്യവും ദൈവഭക്തിയും തീഷ്ണതയും ദൈവഭയവും ഉണർവോടെ തിരിച്ചു വരണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം, കർത്താവിൽ ആശ്രയിക്കണം, ദൈവത്തിൽ അഭയം തേടണം. കർത്താവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ രക്ഷകനാണല്ലോ അവിടുന്ന്, രക്ഷ നൽകുന്ന ദൈവം. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ പുതിയ പ്രഭാതത്തിൽ അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുമ്പോൾ അത് നന്മയുടെ വാക്കുകളായി മാറുവാൻ, ആത്മാർത്ഥതയോടെ ഹൃദയ പരമാർത്ഥയോടെ ചരിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈ പുതിയ പ്രഭാതത്തെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മ ചൈതന്യത്തെ ഞങ്ങൾ നിറയ്ക്കണമേ. ഈ കപടം നിറഞ്ഞ ലോകത്ത് ആരെയും പഴിക്കാതെ, വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ എന്നിലെ നിശൂനതകൾ, എന്നിലെ കുറവുകൾ, അതേ കർത്താവെ, ഞാൻ പാപിയിൽ ഒന്നാമനാണെന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ എന്നിലാണ് കർത്താവെ കുറവ്. ഞാൻ മാറണം. എൻ്റെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടണം. കപടത ഞാൻ നീക്കണം, അസത്യം ഞാൻ ദൂരെ നീക്കണം. സത്യത്തിൻ്റെ ക്രിസ്തു സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണം. കർത്താവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണം. എപ്പോഴും നന്മയുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണം. എപ്പോഴും ദൈവിക സന്തോഷവും ആനന്ദവും പ്രത്യാശയും വിശ്വാസവും ഹൃദയത്തിൽ നിറവായി മാറണം. അതിന് കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. ഈ പുതിയ പ്രഭാതം എനിക്ക് നൽകിയ നന്ദി പറയുന്നു ഈശോ. അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം വഴി എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഹൃദയ പ്രാർത്ഥനയോടെ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം,
കർത്താവിനെ മഹത്വപ്പെടുത്താം. അവിടുത്തെ കരുണയ്ക്കും അവിടുത്തെ സ്നേഹത്തിനും നന്ദി പറയാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പുതിയ പ്രഭാതം അഭിഷേകം നിറഞ്ഞതായി, ഇന്നത്തെ എല്ലാ ചെയ്തികളും പരിശുദ്ധാത്മാവ് നയിക്കുന്നതായി, ദൈവസ്നേഹത്തിൻ്റെ നിറവോടുകൂടി ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൻ്റെ അകമ്പടിയോടെ സകല വിശുദ്ധരും സ്വർഗീയ ദൂതവൃന്ദഗണങ്ങളും കാവൽ മാലാകന്മാരും നയിക്കപ്പെടുന്ന ഒരു നന്മ നിറഞ്ഞ പ്രയാണം നമുക്ക് ആരംഭിക്കുവാൻ ഈശോ ഇടയാക്കട്ടെ. ദൈവം നമ്മളെ നിത്യം അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു, പാവപ്പെട്ടവർ നെടുവീർപ്പിടുന്നു. അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്കു നൽകും. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്. ഉലയിൽ ഏഴാവൃത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ്. കർത്താവേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ തലമുറയിൽ നിന്നു ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ തലമുറയിൽ നിന്നു ഞങ്ങളെ കാത്തുകൊള്ളണമേ.